ബേഡകം ഗ്രേഡ് എസ്ഐയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിനെതിരെ കോൺഗ്രസുകാർ സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജപ്രചരണം നടത്തുന്നതായി ജില്ലാ സെക്രട്ടറി എം.വി. ബാലകൃഷ്ണൻ. എസ്ഐയുടെ മരണം തീർത്തും നിർഭാഗ്യകരമെന്നും അതിലേക്ക് വഴിവെച്ച കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കണമെന്നും എം.വി. ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, ഗൾഫ് ബസാർ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. ബേഡകം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ്ഐ വിജയൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സിപിഎമ്മിനെതിരെ കോൺഗ്രസുകാർ സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജപ്രചരണം നടത്തുകയാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം.വി. ബാലകൃഷ്ണൻ. എസ്ഐയുടെ മരണം തീർത്തും നിർഭാഗ്യകരമാണ്. അതിലേക്ക് വഴിവെച്ച കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കണമെന്നും വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നും തിരഞ്ഞെടുപ്പ് ദിവസം മുതൽ കോൺഗ്രസ് നടത്തിവരുന്ന വിഷലിപ്തമായ പ്രചരണങ്ങളുടെ ഭാഗമായാണ് എസ്ഐയുടെ മരണത്തെ പോലും വലിച്ചിഴക്കുന്നതെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടറി എം.വി. ബാലകൃഷ്ണൻ ആരോപിച്ചു. എസ്ഐയുടെ ആത്മഹത്യാശ്രമം എല്ലാവരും അറിയുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസുകാർ പാർട്ടിക്കെതിരെ വ്യാജപ്രചരണം തുടങ്ങിയിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇതിന് നേതൃത്വം നൽകി. ഇത്തരം ഹീനമായ പ്രചാരണം നടത്തിയവർക്കെതിരെയും അന്വേഷണം വേണമെന്നും എസ്ഐയുടെ മരണകാരണം പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നും പാർട്ടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജപ്രചരണം തുടർന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും എം.വി. ബാലകൃഷ്ണൻ പറഞ്ഞു. എസ്ഐ മരിച്ച സംഭവത്തിൽ പ്രചരിക്കുന്നത് കെട്ടിച്ചമച്ച കഥയാണെന്ന് CH കുഞ്ഞമ്പു MLA പ്രതികരിച്ചു. എസ്ഐക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണം. അന്വേഷണത്തിന് പാർട്ടി പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അഹങ്കാരവും ധിക്കാരവും വിളിച്ചു പറയുകയാണ് ഉണ്ണിത്താനെന്നും വനിതാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പരാതി പോലീസ് ഗൗരവത്തിലെടുക്കണമെന്നും CH കുഞ്ഞമ്പു MLA കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് നേതാക്കന്മാർ ഉന്നയിച്ച ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പരാതി വ്യാജ പരാതിയല്ല. പഞ്ചായത്ത് പ്രസിഡന്റിനെ മാനസികമായും ശാരീരികമായും വളരെയേറെ ബുദ്ധിമുട്ടിച്ച കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കന്മാർക്കെതിരായിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി അന്വേഷണത്തിലാണ്. അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അതിൽ ഏതെങ്കിലും ഒരു CPM നേതാവ് ഏതെങ്കിലും ഒരു പോലീസിനെ ഒരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല. പരാതി കൊടുത്തിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആൾ വിളിച്ച് മൊഴിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 164 സ്റ്റേറ്റ്മെൻറ്റിൽ കോടതിയിലേക്കും പോകാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലീഗലായ സ്റ്റെപ്സ് എല്ലാം നടത്തിയതിന് ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു നേതാവ് ഈ SIയെ വിളിച്ചതായിട്ട് ഞങ്ങൾക്കറിയില്ല. നിങ്ങളുടെ അവിടെ കോൾ ലിസ്റ്റ് പരിശോധിക്കുക. വിളിച്ചത് CIയുടെയും വിളിച്ചിട്ടില്ല. SP-യുമായിട്ടാണ് ഞങ്ങൾ സംസാരിച്ചത്. ഇങ്ങനെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പരാതിയുണ്ട്, ഒന്ന് എന്താണെന്ന് വേണ്ട വലിയ ചെയ്യണം. അവർ കൈക്കൊള്ളുമല്ലോ. പിന്നെ പോലീസ് ചെയ്യൂല ആ കാര്യങ്ങൾ. പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി അങ്ങനെ നിസ്സാരമായിട്ട് എടുക്കുമോ? അത് സംബന്ധിച്ച് പിന്നെ ബാക്കിയെല്ലാം കെട്ടിച്ചമച്ച കഥകളാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.